ഞാൻ ഈ പഴയടം നമ്പൂതിരിക്ക് ഭക്ഷണാദി കാര്യങ്ങളിലും ആരോഗ്യകാര്യങ്ങളിലുമുള്ള അറേബ്യൻ ഫുഡിൻ്റെയും നാടൻ ഫുഡിൻ്റെയും ഒക്കെ വ്യത്യാസം സംസാരിക്കണമെന്ന് വിചാരിച്ചാണ് രാവിലെ വന്നത്. പക്ഷെ രാവിലെ വന്ന് ഒരു വീഡിയോ കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ രോഗം ഈ ഭക്ഷണത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, മറ്റ് ചില കാര്യങ്ങൾ കൂടി അതിലുണ്ടെന്ന് എനിക്ക് തോന്നി. അത് തോന്നിയത് ഇത് കേട്ടപ്പോഴാണ്. ഒന്ന് കണ്ടോളൂ. റിസർവേഷനാണ് ഏറ്റവും വലിയ പ്രശ്നം. റിസർവേഷൻ ശരിക്കും ആ ഒരു അർത്ഥത്തിൽ നമ്മൾ നോക്കുമ്പോൾ യൂണിയൻ സിവിൽ കോഡ് ആവശ്യമാണ് എനിക്ക് തോന്നാറുണ്ട് പലപ്പോഴും. മറ്റു രാജ്യങ്ങളിൽ ചെന്ന് ചെയ്താൽ റിസർവേഷനില്ല, ഒരു പ്രശ്നമില്ല. കഴിവുണ്ട്, അവന് ജോലിയുണ്ട്. കഴിവില്ല, ജോലിയില്ല. ആ കഴിവല്ലേ പരിഗണിക്കേണ്ടത്. വേറെ ആരെയും ഉയർത്താൻ വേണ്ടിയിട്ടാണ് ഇത് കൊണ്ടുവരേണ്ടത്. സത്യമാണ്, അന്ന് നിലനിന്നിരുന്ന സാമൂഹിക വ്യവസ്ഥയിൽ നിന്ന് എത്രയോ മാറിയിരിക്കുന്നു. ഇപ്പോൾ നമ്മളുടെ റിസർവേഷൻ കൊടുത്തിരിക്കുന്ന ആൾക്കാരെല്ലാവരും സമൂഹത്തിന്റെ ഏറ്റവും ഔന്നത്യത്തിൽ എത്തി നിൽക്കും പോലും ഒരു നേരത്തെ ഭക്ഷണം പോലും വാങ്ങാൻ കഴിക്കാൻ പറ്റാത്ത എന്റെ ഇതിൽപ്പെട്ട ഒത്തിരി ആൾക്കാരുണ്ടെന്നറിയാം. എനിക്കിപ്പോഴും വളരെ സ്പഷ്ടമായിട്ട് അറിയാവുന്നു. ഇപ്പോഴും ഉണ്ട്. പക്ഷെ അത് അവര് പിന്നെ എന്താണ് പറയാ, ഈ അഭിമാനം ഭയങ്കര പ്രശ്നമാണ്. അഭിമാനമല്ല, ദുരഭിമാനം തന്നെ പറയാം. അത് കാരണം ആരോടും മിണ്ടുന്നില്ല എന്നുള്ളതുള്ളൂ. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ കുറെ ആൾക്കാരെ വെയിലത്ത് പിടിച്ച് ക്യൂവിൽ നിൽക്കുന്ന ഒരാളെ ഒരുത്തനെ വിളിച്ച് മാത്രം നാരങ്ങാവെള്ളം കൊടുക്കുക, ബാക്കിയുള്ളവരൊക്കെ മാറി നിൽക്കുക എന്ന് പറയുമ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി അത് വളരെ തീവ്രമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം കൊണ്ടാണ്. അന്ന് കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരുന്നതുകൊണ്ട് സ്വാഭാവികമായിട്ട് തോന്നാവുന്ന ഒരു കാര്യമാണ്. ഇപ്പോഴും അങ്ങനെ തന്നെയാണോ? തീർച്ചയായിട്ടും അന്നേരം അല്ലാത്ത ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് എടുത്ത് തോന്നുന്നുണ്ട്. ഈ പറഞ്ഞാല് ഇപ്പോൾ പല സ്ഥലങ്ങളിലും മറ്റുള്ള ആൾക്കാരെ ബ്രാഹ്മണനാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പൂണിലിടിച്ച മന്ത്രങ്ങളൊക്കെ ചൊല്ലിച്ച്. ഞാനൊന്ന് ശ്രമിച്ചത് നേരെ തിരിച്ച്. ഞാൻ എങ്ങനെ ഒരു ഈ റിസർവേഷൻ കാറ്റഗറിയിലേക്ക് എനിക്കെങ്ങനെ പോകാൻ പറ്റുമെന്ന് ചിന്തിച്ച ഒരു കാലഘട്ടം കൂടിയായിരുന്നു. ഇതാണ് പഴയടം നമ്പൂതിരിയുടെ വാക്കുകൾ. നമ്പൂതിരിച്ച ഈ റിസർവേഷൻ എന്നൊക്കെ പറയുന്ന സംഗതി നമ്പൂതിരിച്ചനിപ്പോൾ ഈ ആഹാരം പാചകം ചെയ്യുന്ന പോലെ അത്ര ലളിതമായൊരു സംഗതിയല്ല. ഇപ്പം നമ്പൂതിരിച്ചൻ ഈ സംഗതിയൊക്കെ ഇത്രയും മനോഹരമായ പാചകം ചെയ്യുന്നത് ഈ പാചകം ചെയ്യാനുള്ള സാധനമെല്ലാം ആ കൈ ദൂരത്തോളം കൊണ്ടുവന്ന് എത്തിച്ചു വെച്ചിട്ട് അതങ്ങോട്ട് ഇടുന്നത് കൊണ്ടാണ്. കുറേ സാധനങ്ങൾ അവിടെ ഇല്ല, അത് ഒളിപ്പിച്ച് വെച്ചിരിക്കാന്നിരിക്കട്ടെ. ആരെങ്കിലും ബോധപൂർവ്വം എടുത്ത് മാറ്റി വെച്ചിരുന്നാൽ നമ്പൂതിരിച്ചന് ഈ പറയുന്ന ഭക്ഷണം ഇത്രയും രുചികരമായിട്ട് ഉണ്ടാക്കാൻ ഒക്കുമോ? റിസർവേഷൻ അങ്ങനെ നൽകിയതാണ്. അതായത് ഈ സമൂഹത്തിൽ ഇപ്പം നമ്പൂതിരിച്ചൻ പറഞ്ഞില്ലേ, ശരിയാ, കുറേ ആളുകളൊക്കെ എല്ലാ ജാതിയിലും മതത്തിലും പെട്ടവർ, ഉയർന്ന ജാതിയിലൊക്കെ പെട്ടവർ വളരെ ബുദ്ധിമുട്ടുന്നവരുണ്ട്. പക്ഷേ അവരൊന്നും ചരിത്രപരമായി ആരും അവരെ ചവിട്ടി വെച്ചതോ അല്ലെങ്കിൽ പൂഴ്ത്തി വെച്ചതോ അവർക്ക് അവകാശങ്ങൾ നിഷേധിച്ചതോ അവരെ തിരസ്കരിച്ച് എടുത്ത് കടലിൽ കൊണ്ട് കളഞ്ഞതോ ഒന്നുമല്ല. പക്ഷേ അങ്ങനെ ഒരു സമൂഹം ഈ രാജ്യത്തുണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. അതിൻ്റെ ബാക്ക്ലോഗും അതിൻ്റെ ഇംപ്ലിക്കേഷൻസ് ഇപ്പോഴുമുണ്ട് എന്നുള്ളതാണ് സത്യം. അതുകൊണ്ടാണ് ഈ പറയുന്ന സംഗതി വേണ്ടി വരുന്നതും റിസർവേഷനെ ആയിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് അതൊന്നുമല്ല. നമ്മുടെ പഴയടം നമ്പൂതിരിയുടെ വിഷയം ഞാൻ ആദ്യം വിചാരിച്ചു ഭക്ഷണാദി കാര്യങ്ങളിൽ മാത്രമുള്ള പുള്ളിയുടെ ഒരു നിരീക്ഷണമാണെന്ന്. അങ്ങനെയല്ല. പുള്ളിക്കിപ്പോൾ അതിനപ്പുറത്തേക്ക് ചില തോന്നലുകളും ചിന്തകളും ഒക്കെ വന്നിട്ടുണ്ടെന്നുള്ളതിൻ്റെ തെളിവാണ് ഈ സംഗതിയിൽ കണ്ടത്. ഇനി നമുക്ക് ഭക്ഷണത്തിലേക്ക് വരാം. ഈ ഭക്ഷണത്തെക്കുറിച്ച് പറയുമ്പോൾ അങ്ങനെ സ്ട്രിക്റ്റ് സെൻസിൽ ഈ ഓരോ രാജ്യത്തിൻ്റെയും ഭക്ഷണത്തെ അതിൻ്റെ ദേശീയതയുമായി ഒന്നും ബന്ധപ്പെടുത്തേണ്ട കാര്യമില്ല. അറേബ്യൻ ഫുഡെന്നും പാകിസ്ഥാൻ ഫുഡെന്നും അഫ്ഗാൻ ഫുഡെന്നും ഒന്നും നമ്മൾ കണക്കാക്കേണ്ട കാര്യമില്ല. ഈ ആഹാര പദാർത്ഥങ്ങളെല്ലാം ഈ നമ്മുടെ ഒരു എന്താ പറയുന്നത് ജിയോഗ്രഫിക്കൽ എൻവയോൺമെൻറ്റിൽ, നമ്മുടെ ഒരു സാമൂഹ്യ ചുറ്റുപാടിൽ, നമ്മുടെ ഒരു എക്കോസിസ്റ്റത്തിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വന്ന കുറേ കാര്യങ്ങളുണ്ട് അതിനകത്ത്. ചായ ചൈനീസാണ്, കാപ്പിയും പത്തിരിയും മന്തിയും ഒക്കെ അറബിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കോഫി ആകട്ടെ യൂറോപ്യൻസിൻ്റെതാണെന്നാണ് എൻ്റെ ഒരു മനസ്സിലാക്കൽ. അതുപോലെ ഷവർമയും കുനാഫയും ഒക്കെ തുർക്കിഷാണ് എന്ന് കേട്ടിട്ടുണ്ട്. ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ ഈ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ നമ്മളിങ്ങനെ പലതുമൊക്കെ ഉൾക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. നമ്മൾ പ്രധാനമായും ഈ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു പ്രായം വരെ നമ്മൾ ശ്രദ്ധിക്കുന്നത് രുചി, ഇഷ്ടം, അത്തരം കാര്യങ്ങളാണ്. ഒരു പ്രായം കഴിയുമ്പോഴാണ് നമ്മുടെ ശരീരത്തിൻ്റെ പാരാമീറ്റേഴ്സിനെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ഭക്ഷണത്തിൽ സെലക്റ്റീവ് ആവുന്നു. ഇന്നത് മാത്രം കഴിച്ചാൽ മതി, അത് കുറച്ച് കഴിക്കണം, ഇത് കുറച്ച് കഴിക്കണം എന്നൊക്കെ പറയാറുണ്ട്. അപ്പം ചിലർ ചോദിക്കും, ഇത് ചെറുപ്പത്തിലേ അങ്ങ് ആയിക്കൂടെ എന്ന്. അങ്ങനെ ചെറുപ്പത്തിലേ അങ്ങനെ ആയാൽ പിന്നെ ഇതിൻ്റെ ഒരു രുചിയും മണവും സംഗതിയും ഒന്നും നമുക്ക് അനുഭവിക്കാൻ പറ്റാതെയും വരും. അപ്പോൾ ഒരു പർട്ടിക്കുലർ ഏജ് വരെ നമുക്ക് എല്ലാത്തിലും എന്ന പോലെ പലതിനും ഫ്രീഡം ഉണ്ട്. നമ്മളിപ്പോൾ ഒരു ചെറുപ്പത്തിൽ ഒരു ബാത്റൂമിലേക്ക് ഒരു കുട്ടി പോകണമെന്ന് പറഞ്ഞിട്ട് ഓടിപ്പോകുന്ന വേഗതയിലല്ലല്ലോ നമ്മൾ വയസ്സ് ചെല്ലുമ്പോൾ പോകുന്നത്. അല്ലെ, കുറച്ച് പ്രായമാകുമ്പം കുറച്ചുകൂടി നമ്മൾ പിടിച്ച് നമ്മുടെ ഒരു ദുർബലാവസ്ഥയൊക്കെ മനസ്സിലാക്കി അങ്ങനെയാണ് ബാത്റൂമിൽ പോകുന്നത്. കുറേ കൂടെ പ്രായമാകുന്നവർ വളരെ ശ്രദ്ധിച്ച് നടക്കുന്ന ഒത്തിരി പേരുണ്ട്. ആ ശ്രദ്ധയൊക്കെ അവരുടെ ശാരീരികവും
മാനസികവുമായ ചിന്തകളിൽ നിന്നുണ്ടായിത്തീരുന്നതാണ്. ഈ പഴയടം പറഞ്ഞതുപോലെ ഇപ്പോൾ ഇന്നടുത്തെ ഭക്ഷണമെല്ലാം മോശമാണ്, ഇവിടുത്തെ ഭക്ഷണമാണ് ആരോഗ്യസ്ഥിതിയെല്ലാം നശിപ്പിച്ചത് എന്നൊന്നും പറയുന്നതിൽ കാര്യമില്ല. നമ്മുടെ കേരളം പ്രമേഹത്തിൻ്റെ ഒരു ഹബ്ബാണെന്നാണ് പറയുന്നത്. ആ കേരളം പ്രമേഹത്തിൻ്റെ ഹബ്ബാകാനും കേരളത്തിൽ ഏതാണ്ട് 24,000-ഓളം മെഡിക്കൽ സ്റ്റോറുകൾ, അതിൻ്റെ 3 ഇരട്ടിയുള്ള തമിഴ്നാട്ടിൽ 22,000 21,000 മെഡിക്കൽ സ്റ്റോറുകളേ ഉള്ളൂ. എന്നാൽ നമ്മുടെ നാട്ടിൽ 24,000 മെഡിക്കൽ സ്റ്റോറുകളുള്ളത് ആരോഗ്യരംഗത്തെ ജാഗ്രത മാത്രമല്ല, നമ്മൾ ഈ കഴിച്ചുണ്ടാക്കിയെടുത്ത ഭക്ഷണ രീതികൾ കൊണ്ടുകൂടിയാണ്. അതിന് പ്രധാനപ്പെട്ട ഉത്തരവാദി ഈ അറേബ്യൻ ഫുഡാണ് എന്ന് പറയുന്നതിൽ കാര്യമൊന്നുമില്ല. ഞാൻ അറേബ്യൻ ഫുഡ് ധാരാളം പോകുമ്പോൾ അവിടുന്ന് കഴിച്ചിട്ടുണ്ട്. ഒരുപാടൊന്നും ഇല്ല എങ്കിൽ പോലും കഴിക്കാറുണ്ട്. പക്ഷേ അറേബ്യൻ ഫുഡിനുള്ള ചില പ്രത്യേകതകൾ അവിടെ കണ്ടിട്ടുള്ളത് എന്താണെന്നറിയോ? ഒന്ന്, ഈ അവിടെ മിക്കവാറും അരി എന്ന് പറയുന്നത് പച്ചരിയാണ്. ഈ പുഴുക്കലരി ഇത്രയും കൂടുതൽ കയറ്റുന്നത് നമ്മുടെ കേരളത്തിലെ മനുഷ്യർ മാത്രമാണ്. പുഴുക്കലരിയുടെ ഒരു പ്രത്യേകത, 1 2 3 തവണ പുഴുങ്ങിയിട്ട് വീണ്ടും നമ്മൾ വെള്ളത്തിലിട്ട് വേവിച്ച് ചോറാക്കി എടുക്കുമ്പോഴേക്ക് നമ്മൾ സാധാരണ പറയത്തില്ല ബോംബെ പൂട എന്നൊക്കെ പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, പണ്ട് വായിലിട്ടിട്ട് ഇങ്ങനെ ഞുണഞ്ഞങ്ങിറക്കുന്നത്, അതിന് വേറെ പേരൊക്കെ ഉണ്ട് ഇപ്പം. ആ ബോംബെ പൂട പോലെയുള്ള സംഗതി പോലെ ഇത് അങ്ങോട്ട് കഴിച്ചാലുടൻ തന്നെ ഷുഗർ റോക്കറ്റ് പോകുന്ന പോലെ അങ്ങ് മുകളിലേക്ക് പോകും. യഥാർത്ഥത്തിൽ അറേബ്യൻ ഡയറ്റിൽ അതിൻ്റെ ഒരു സാന്നിധ്യം വളരെ കുറവാണ്. പിന്നെ അറേബ്യൻ ഫുഡിൽ ധാരാളം ഇലകളുണ്ട്. ആ ഇലയെല്ലാം വളരെ പച്ചയ്ക്കാണ് കഴിക്കുന്നത്. എന്നാൽ നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല. ഇപ്പോൾ പഴയടം നമ്പൂതിരിയുടെ പാചകത്തിൻ്റെ സൈഡിൽ തന്നെ നോക്കിയാൽ ഒരു 24 കൂട്ടോ അല്ലെങ്കിൽ 125 കൂട്ടോ എന്നൊക്കെ പറയും. ആ 125 കൂട്ടത്തിൽ ഒരു 70 കൂട്ടത്തിൻ്റെയും ബേസ് എന്ന് പറയുന്നത് പുളിയുള്ള തൈരായിരിക്കും. അതിനകത്ത് ചിലയിടത്ത് പാവയ്ക്ക ഇടും, ചിലയിടത്ത് വെണ്ടയ്ക്ക ഇടും, ചിലയിടത്ത് കത്തിരിക്ക ഇടും, ചിലയിടത്ത് കോണാക്ക ഇടും, ചിലയിടത്ത് വേറെ എന്തെങ്കിലും ഇടും. ഇങ്ങനെ ഓരോരോ അതിനകത്തോട്ട് ഇട്ടിട്ടാണ് ഈ സാധനങ്ങൾ മുഴുവൻ ഉണ്ടാക്കുന്നത്. അവിടെ അങ്ങനെയല്ല, ഇതെല്ലാം ഇലക്കറികളായിരിക്കും. പിന്നെ മറ്റൊരു പ്രത്യേകത ഞാൻ അവിടെ കണ്ടിട്ടുള്ളത്, നമ്മൾ ഈ നാട്ടിൽ നിന്നൊക്കെ മട്ടനും ചിക്കനും ഒക്കെ കഴിക്കാറുണ്ട്. നമ്മൾ ഇവിടെ നിന്നൊക്കെ ചിക്കൻ കഴിച്ചാൽ ചകിരി കടിച്ച് മുറിക്കുന്ന പോലെ ഇരിക്കും. നമ്മുടെ ഈ എന്താ പറയുന്നത് തൊണ്ടിൻ്റെ ചകിരി ഉണ്ടല്ലോ, അത് കടിച്ച് ഇളക്കുന്നത് പോലെ ഇരിക്കും. പക്ഷേ സൗദി അറേബ്യയിലോ അല്ലെങ്കിൽ നമ്മൾ മിഡിൽ ഈസ്റ്റിലോ ഒക്കെ പോയി കഴിക്കുന്ന ചിക്കൻ എന്ന് പറഞ്ഞാൽ അത് ചിക്കൻ പോലെ ഇരിക്കും. പിന്നെ അതുപോലെ മന്തിക്കകത്തൊക്കെ വരുന്ന മട്ടൻ ഉണ്ടല്ലോ, ഇവിടുത്തെ മട്ടൻ എന്ന് പറയുന്നത് അവിടെ എഴുതി വെക്കണം മട്ടനാണെന്ന്. എരുമ, അതായത് നമ്മളെക്കാൾ പ്രായമുള്ള എരുമയേക്കാൾ ചകിരി പോലെ അവിടെയൊക്കെ മട്ടൻ ഇരിക്കുന്നത്. പക്ഷേ അവിടെ നമ്മൾ ഈ കിളുന്ന് ആടുണ്ടല്ലോ, വെറും കൊച്ചാട്, ആടിനൊക്കെ ഒരു പ്രായം നിശ്ചയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ എല്ലിൽ പിടിച്ച് നമ്മൾ മുകളിലേക്ക് പൊക്കിയാൽ ഈ മാംസം ഇങ്ങനെ ഇരുന്ന് വീഴുന്നത് പോലത്തെ വളരെ മാർദ്ദവമുള്ള സംഗതിയാണ് നമ്മൾ ഈ കഴിക്കുന്നത്. അവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പച്ചരിയാണ്, പിന്നെ ഈ ഡയറ്റൊക്കെയാണ്. എന്നാൽ നമ്മുടെ പഴയടം നമ്പൂതിരിയുടെ ഒരു ഫുൾ കോഴ്സ് സദ്യ തുടർച്ചയായി 1 മാസം ഒരാൾ കഴിച്ചാൽ അയാൾ ഫ്ലാറ്റായി പോകും. ഒരു നേരം കഴിച്ചാൽ തന്നെ വന്നു കിടന്ന് ഉറങ്ങുമ്പോൾ ഞാൻ ഉറങ്ങുകയാണെന്ന് വീട്ടിലെ പിള്ളേരെടുത്തും ഭാര്യയെടുത്തും പറഞ്ഞില്ലെങ്കിൽ ആ കിടത്ത കണ്ട് അവർ വിളിച്ച് പള്ളിയിൽ പറയും, വാപ്പ ഒരു 3 മണിയോടുകൂടി പോയി, ഒരു നാളെ രാവിലെ 10 മണിക്ക് അടക്കം എന്ന് പറയും. അതുപോലെ കിടക്കുന്നത്, പള്ളിയെ വിളിച്ച് പറയുന്ന തോന്നുന്ന പോലെയാണ് ഇത് അടിച്ചേച്ച് വന്ന് കിടക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ആദ്യം മുതൽ തുടങ്ങുമ്പോൾ മുതലുള്ള ഡയറ്റ് ഇതെല്ലാവരും പറഞ്ഞ് അങ്ങ് പൊക്കുന്നതാണ്. നമ്മുടെ കേരളത്തിലെ സദ്യ എന്ന് പറഞ്ഞാൽ സൂപ്പറാന്നൊക്കെ. ഈ സദ്യ എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ബിരിയാണിയേക്കാൾ അൺഹെൽത്തി ആണെന്ന് തോന്നിയിട്ടുണ്ട്, ബിരിയാണിയേക്കാൾ. കാരണം എന്താ? ഒന്നാമത്തെ കാര്യം, മുഴുവൻ പച്ചക്കറിയിലും എൻഡോസൾഫാൻ, അതുപോലുള്ള ഒരുപാട് കീടനാശിനികൾ. ഒന്നുപോലും ഈ പഴയടം നമ്പൂതിരി കാണുന്ന പോലും കാണത്തില്ല. തമിഴ്നാട്ടിൽ നിന്നോ എവിടുന്നെങ്കിലുമൊക്കെ ഇത് അടിച്ചേച്ച് കൊണ്ടുവരുന്ന സംഗതിയാണ്. ഇനി ഇത് പാചകം ചെയ്യുന്നിടത്ത് നോക്കിയാലോ, ഇത് മുഴുവൻ വെട്ടി ഇങ്ങനെ കൂന പോലെ കൂട്ടിയിട്ടിരിക്കുക ഓരോ സ്ഥലത്ത്. അതിനകത്ത് ഈച്ച വന്നിരിക്കും, അത് വന്നിരിക്കും, ഇത് വന്നിരിക്കും. കഴുകലെന്നൊക്കെ പറയുന്നത് ഒരു കഴുകലുണ്ടെന്നേ ഉള്ളൂ, അല്ലാതെ ഒരു കാര്യവുമില്ല. എന്ന് മാത്രമല്ല, പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഇത് കഴുകി ഈ ചോറൂടെ വിളമ്പി, ആദ്യം പരിപ്പിൻ്റെ ചോറ്, പിന്നെ അത് കഴിഞ്ഞ് സാമ്പാറിൻ്റെ ചോറ്, ഇതിൻ്റെ ഇടയ്ക്ക് പിന്നെ 2 സൈസ് 3 സൈസ് പായസം, അതിനകത്ത് ബോളി, പിന്നൊരു ചോറ്, പിന്നെ പപ്പടം എന്നൊക്കെ പറയുന്നത് ഇപ്പം നമ്മൾ പണ്ടത്തെ സോഡാക്കാരത്തിന് വേറെ എങ്ങും പോകണ്ട. ഇത്രയും ഒരു അൺഹെൽത്തി സാധനമില്ല പപ്പടം പോലെ. അതാണ് നമ്മൾ പപ്പടം, പഴം, പായസം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അടിച്ച് തകർത്തങ്ങോട്ട് വിടുന്നത്. എന്ന് മാത്രമല്ല, ഈ 3 സംഗതികളുടെ ഒരു കോഴ്സൂടെ കഴിഞ്ഞാൽ എന്തോ പശ്ചിമഘട്ടം തകർത്ത് വിശ്രമിക്കുന്ന ഒരു JCBയുടെ കൈകൾ പോലെയാവും നമ്മുടെ കൈ. ഇത് വാരി ഇങ്ങനെ തുടച്ച് വടിച്ച് കുത്തി നക്കി പിടിച്ചു വെച്ച് ഇങ്ങനെ കുടിച്ച് ഇങ്ങനെ തൂത്ത് ഈ പണികളെല്ലാം കഴിഞ്ഞാണ് ഇതുമായിട്ട് ഇറങ്ങുന്നത്. ഇനി അതിൻ്റെ ഡിഫറൻസ്
നമ്മളിപ്പോൾ ഈ അറേബ്യൻ ഫുഡ് ഉച്ചയ്ക്ക് കഴിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അറേബ്യൻ ഫുഡ് എന്ന് പറയുന്നത്, അത് നമ്മളൊരു പാത്രത്തിലേക്ക് ഇടുക. സദ്യ അതിൻ്റെ കോഴ്സ് അനുസരിച്ച് തന്നെ വിളമ്പി ഒരു ബക്കറ്റിൽ ഇട്ടിട്ട് രണ്ടും ഒന്ന് കലക്കി നോക്കണം. ഈ വയറ്റിനകത്ത് ഇത് കലങ്ങി കഴിയുമ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം അത്രയും മാത്രം എടുത്താൽ മതി ഈ മലയാള സദ്യയുടെ വയറിൻ്റെ ഒരു ഗതികേട് മനസ്സിലാക്കാൻ. ഞാൻ പറഞ്ഞത് ഇതിനെല്ലാം നിയന്ത്രിക്കാൻ വേണ്ടിയാണ് നമുക്ക് കണ്ണ്, മൂക്ക്, വായ, കൈ ഒക്കെ ദൈവം തന്നിരിക്കുന്നത്. അതായത് ഏത് ഭക്ഷണം കഴിക്കുമ്പോഴും ആ എടുക്കുന്ന ഭക്ഷണം ആദ്യം നോക്കണം ചീത്തയാണോ, ഇനി നോക്കിയിട്ട് മനസ്സിലാകുന്നില്ലെങ്കിൽ ഒന്ന് മണത്ത് നോക്കണം ചീത്തയാണോ, ഇനി അതും കഴിഞ്ഞ് നോക്കിയിട്ട് മനസ്സിലാകുന്നില്ലെങ്കിൽ എന്താ വേണം, രുചിയൊന്ന് നോക്കണം അത് ബാഡാണോ. ഇനി ഇതെല്ലാം കഴിഞ്ഞ് അകത്തേക്ക് വിടുമ്പോൾ നമ്മുടെ കൊളസ്ട്രോൾ എത്ര, ഷുഗർ എത്ര, ബോഡി വെയ്റ്റ് എത്ര എന്നുള്ള കാര്യം നോക്കണം. പിന്നെ ഈ പഴയട നമ്പൂതിരി ഈ കാര്യമൊക്കെ പറയുന്നെങ്കിലും നമ്പൂതിരിച്ചൻ ഈ മിഡിൽ ഈസ്റ്റിൽ വന്ന് അവിടുത്തെ ആഹാരം കഴിച്ചിട്ട് കിടക്കുന്ന അറബികളുടെ ശരീരവും അതുകൂടാതെ ഈ ഇവിടെ സദ്യ കഴിക്കുന്ന നമ്മുടെ മലയാളികളുടെ ശരീരവും കൂടെ ഒന്ന് നോക്കണം. 99% പേർക്കും കുടവയറാണ്. ഒരു 10-30 കഴിഞ്ഞവരെല്ലാം കുടവയറും കൊണ്ടാണ് നടക്കുന്നത്. ഇന്നലെ ഒരു കാർഡിനകത്ത് കണ്ടു, എന്തോ ഇറച്ചി കഴിച്ചിട്ടാണ് ആനയ്ക്ക് ഇത്രയും മസിലുണ്ടായെന്ന് നമ്പൂതിരി ചോദിച്ചായിട്ട് കണ്ടു. അതൊക്കെ ദൈവത്തിൻ്റെ സൃഷ്ടിപ്പിൻ്റെ പ്രത്യേകതയാണ്. ജിമ്മിൽ പോയിട്ടാണോ ഓന്തിങ്ങനെ ഇരിക്കുന്നത്, നല്ല മസിലുമൊക്കെ പിടിച്ചിരിക്കുന്നത്, അല്ലെ ഭക്ഷണം കഴിച്ചിരുന്നാണ്ട് കുറച്ചിട്ടാണോ? അങ്ങനല്ല. അതിൻ്റെ സൃഷ്ടിപ്പ് അങ്ങനെയാണ്. ആനയെ സൃഷ്ടിച്ചിരിക്കുന്നത് വേറൊരു രീതിയിലാണ്, പഴയട നമ്പൂതിരിയെ സൃഷ്ടിച്ചിരിക്കുന്നത് വേറൊരു രീതിയിൽ. അങ്ങനെ ഓരോ മനുഷ്യരെയും അല്ലെങ്കിൽ ഓരോ ജീവികളെയും വ്യത്യസ്തമായ രീതിയിലാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അറേബ്യൻ ഫുഡെല്ലാം നല്ലതാണെന്നും അറേബ്യൻ ഫുഡെല്ലാം മോശമാണെന്നും മലയാളം ഫുഡെല്ലാം നമ്മുടെ സദ്യയെല്ലാം വളരെ ഗംഭീരമാണെന്നും അതെല്ലാം മോശമാണെന്നും ഒന്നും പറയുന്നതിലൊരർത്ഥമില്ല. എന്ന് മാത്രമല്ല, നിങ്ങൾക്കിപ്പോൾ ഗൂഗിളുമൊക്കെ ഉണ്ടല്ലോ, ഈ കലോറി വാല്യൂ ഒന്ന് അടിച്ചു നോക്കൂ. ഏതാണ്ട് 2200 മുതൽ 4000 കാലറി വരെയാണ് ഒരു ഫുൾ കോഴ്സ് സദ്യയ്ക്ക്. യഥാർത്ഥത്തിൽ അറേബ്യൻ ഫുഡ് ശ്രദ്ധിച്ച് കഴിച്ചാൽ 7 ദിവസം എടുക്കും നിങ്ങൾക്ക് ഈ കലോറി റീച്ച് ചെയ്യാൻ. അത്ര ഹെവിയാണ് ഈ നമ്പൂരിച്ചൻ പറയുന്ന ഈ മലയാള സദ്യ എന്ന് പറയുന്ന സദ്യ. അത് നിങ്ങൾ സൂക്ഷിച്ചോണം. ഓരോ ഓണാഘോഷവും കഴിയുമ്പോൾ ഒത്തിരി പേരുണ്ട് ഗുളിക മാറുന്നവരും, നടത്തം കൂട്ടുന്നവരും, ഭക്ഷണം കഴിക്കാതെ കിടക്കുന്നവരും, ആശുപത്രിയിലാവുന്നവരും. അതാണ് സത്യം.